എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജിത്തു KJ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ 1100 സ്ക്വയർ ഫീറ്റ് ഏരിയ എടുത്തൊരു 3 ബെഡ്റൂം വീടിന്റെ പ്ലാൻ, ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ വീടിന്റെ പ്ലാൻ, ഡിസൈൻ, ബഡ്ജറ്റ് എന്നതിനെ പറ്റി അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ട വീഡിയോ മൊത്തമായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീടിൻ്റെ ലിവിംഗ് ഹാൾ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ലിവിംഗ് ഹാളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. ലിവിംഗ് ഹാളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് L ഷേപ്പിൽ സെറ്റ് ചെയ്യിടാം. ഇതാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഹാൾ. ഈ ഡൈനിങ് ഹാളിൽ 6 സീറ്റിൻ്റെ ഒരു ഡൈനിങ് ടേബിൾ ഇടാം. ഡൈനിങ് ഹാളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ 3 ഡോറിൻ്റെ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായിട്ട് മീഡിയം സൈസിലുള്ളൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യമുണ്ട്. ഇതാണ് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം. ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിനും മീഡിയം സൈസിലൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യമുണ്ട്. ഇതാണ് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമും രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അതേ സൈസിലുള്ളതാണ്. ഈ ബെഡ്റൂമിനും ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യമുണ്ട്. മീഡിയം സൈസിലുള്ള ഒരു കിച്ചണാണ് ഈ വീടിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. ഈ കിച്ചണിൽ L ഷേപ്പിൽ കിച്ചൺ ക്യാബിൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കിച്ചൺ ക്യാബിൻ്റെ ഈ ഭാഗത്തായിട്ട് സിങ്കും ഈ ഭാഗത്തായിട്ട് സ്റ്റൗവും വെക്കാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് വെക്കുന്നത്. കിച്ചൻ്റെ പുറകിലായിട്ട് മീഡിയം സൈസിലൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ വർക്ക് ഏരിയയിൽ പുകയില്ലാത്തടുപ്പോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവോ അറേഞ്ച് ചെയ്യാം. ഇതാണ് ഈ വീടിൻ്റെ പ്ലാൻ. ഈ പ്ലാനിൽ എഴുതിയിട്ടുള്ള അളവുകളൊക്കെ സെൻറ്റിമീറ്ററിലാണ്. ഈ വീടിൻ്റെ ആകെ ഏരിയ വരുന്നത് 1116 സ്ക്വയർ ഫീറ്റ് ആണ്.
നിങ്ങൾക്ക് ഈ ഒരു വീട് വയ്ക്കാൻ ആകെ 5 സെന്റ് സ്ഥലം മതി. അപ്പോൾ എല്ലാവർക്കും ഈ വീടിന്റെ പ്ലാനും ഡിസൈനും കാര്യങ്ങളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഈ വീടിന്റെ ബഡ്ജറ്റിനെ പറ്റിയും അതുപോലെ ഈ ഒരു വീട് എങ്ങനെ പണിയാമെന്നുള്ളതും കൂടി നോക്കാം. അപ്പോൾ ഈ ഒരു വീടിന്റെ ഫൗണ്ടേഷൻ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത് ഒരു 2 അടി, അതായത് ഒരു 60 സെന്റിമീറ്റർ ഡെപ്തിലാണ്. ബേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്തത് 1.5 അടി ഹൈറ്റിലാണ്, അതായത് ഒരു 45 സെന്റിമീറ്ററിൽ. പിന്നെ ഈ ഒരു ഡിസൈൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിന്റെ സൺഷെയ്ഡും ലിൻഡലും ഒക്കെ ഒരു 7 അടി ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ വീടിന്റെ ഹൈറ്റ് വരുന്നത്, അതായത് മെയിൻ സ്ലാബ് വരെയുള്ള ഒരു ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്തത് 300 സെന്റിമീറ്റർ ആണ്, അതായത് ഒരു 10 അടി ഹൈറ്റിൽ. പിന്നെ ഈ ഒരു വീട് പണിയാൻ ഉദ്ദേശിച്ചേക്കുന്നത് സിമന്റ് കട്ടയിലാണ്. അതുപോലെ ഇതിന്റെ കട്ടലും ജനലും കാര്യങ്ങളൊക്കെ മരത്തിന്റെ തന്നെ വെക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു രീതിയിൽ ഒരു വീട് പണിയുമ്പോൾ എത്ര ബഡ്ജറ്റ് വരെ നമുക്കൊന്ന് നോക്കാം. 13.5 ലക്ഷം രൂപയാണ് ഞാൻ ഈ ഒരു പറഞ്ഞ രീതിയിൽ വീട് വാർക്ക് വരെ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വരുന്നൊരു ചെലവ് എന്ന് വെച്ചാൽ. അതിന്റെ കൂടെ ഒരു 3 ലക്ഷം രൂപയും കൂട്ടി, അതായത് ഒരു 16.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീടിന്റെ തേപ്പിലുള്ള വർക്കുകളൊക്കെ ഫിനിഷ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കണ്ട പോലെ ഫിനിഷ് ചെയ്യണമെങ്കിൽ ഒരു 23 ലക്ഷം രൂപ വേണ്ടി വരും. അപ്പൊ ഞാൻ ഈ ഒരു പറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഈ വീട് ഫിനിഷ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ ബേസ്മെന്റിന്റെ ഹൈറ്റ് 1.5 അടി എന്നുള്ളത് ഒരു 2 അടി ആക്കുക, അല്ലെങ്കിൽ ഫൗണ്ടേഷന്റെ ഡെപ്ത് കൂട്ടുക, അല്ലെങ്കിൽ സ്ലാബ് വരെയുള്ള ഹൈറ്റ് 10 അടി എന്നുള്ള ഒരു 12 അടി ഒക്കെ ആക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ സിമെന്റ് കട്ട എന്നുള്ളത് വെട്ടുകല്ലോ അല്ലെങ്കിൽ ചൂളക്കട്ടൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ബഡ്ജറ്റ് ഇനിയും കൂടും. ഇനി നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ മരത്തിന്റെ കട്ടള ജനലുകൾ എന്നുള്ളത് ഒഴിവാക്കിയിട്ട് കോൺക്രീറ്റിന്റെ കട്ടള ജനലുകളും കാര്യങ്ങളും ഉപയോഗിക്കുക. അതുപോലെ ജനലിന്റെ ഡോറുകൾ അലുമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു പറഞ്ഞ ബഡ്ജറ്റിലും ചെറിയൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു വീട് ഫിനിഷ് ചെയ്യാവുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ വീടിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ ഒരു വീട് പണിയുന്നതിന് വേണ്ടി തന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ വരയ്ക്കുന്ന പുതിയ വീടുകളുടെ പ്ലാനുകളും ഡിസൈനുകളും ഒക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി എല്ലാവരും എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കൂടാതെ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.